ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ ഒരു എനർജി ചെക്കാണ് നോക്കുന്നത്. എന്തെങ്കിലും നെഗറ്റീവ് എനർജീസ് നിങ്ങൾ സറൗണ്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. നെഗറ്റിവിറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ബാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെ നെഗറ്റിവിറ്റി ഒരുപാട് ബാധിച്ച വ്യക്തികൾ അല്ലെങ്കിൽ ഒരു കാര്യത്തിലൊരു മൂവ്മെൻറ്റ് താല്പര്യമില്ലാത്ത വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ റീഡിങ്ങിലെ കാര്യങ്ങൾ റെസനേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിലെ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരു കറൻറ്റ് ഓറ, നിങ്ങളിപ്പോൾ സറൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ യാതൊരു മൂമെൻറ്റ്സും ഇല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം അതിനർത്ഥം നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് പരാജയപ്പെട്ട് പിന്മാറി നിൽക്കുന്ന അവസ്ഥയിലാണ് വ്യക്തികൾ കൂടുതൽ കാണാനുള്ള സാധ്യത ഉള്ളത്. കാരണം മറ്റൊന്നുമല്ല, അവർ ചെയ്യുന്ന എന്ത് കാര്യത്തിലും അവർക്കൊരു തോൽവി കാണാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ അവർ എന്ത് കാര്യം പോയി ചെയ്താലും അതിലൊരു പരാജയം അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യങ്ങൾ വരുന്നില്ലെന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഒരു തരം നിരുത്സാഹപ്പെടുക എന്നുള്ളൊരവസ്ഥ തന്നെയാണ് നിങ്ങളുടെ ഇവിടെ കാണുന്നത്. ഇപ്പോൾ എന്തൊക്കെയോ കാരണം കൊണ്ട് നിങ്ങൾ ചെയ്ത പല കാര്യങ്ങളും അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളിൽ നിന്നും ഇപ്പോൾ വിട്ടു നിൽക്കുന്ന അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് പിൻവാങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളിവിടെ കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങളുടെ മേ ബി കൂടെ നിൽക്കാൻ അല്ലെങ്കിൽ കൂടെ നിന്ന ആൾക്കാർ സപ്പോർട്ടീവ് ഇല്ലാത്തതിൻ്റെ കാരണമായിരിക്കാം. അല്ലെങ്കിൽ ഒരു ഉത്സാഹക്കുറവ് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് അല്ലെങ്കിൽ പല കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു ഡിസിഷൻ എടുക്കുമല്ലോ, ഇത് നടക്കില്ല അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്യാൻ പോകുമ്പോൾ തോൽവിയാകും എന്നുള്ളൊരു തോന്നലൊക്കെ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ മൈൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു എനർജിയാണ് നിങ്ങളുടെ ഓറയെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഓറയിലുള്ളത് എന്ന് പറയുന്നത്. ഓറ എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ളൊരു വലയമായ ഒരു എനർജിയാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു കാര്യങ്ങൾക്കൊരു വ്യക്തത കിട്ടുന്നില്ല. പല കാര്യങ്ങളിലും എന്താണ് ചെയ്യേണ്ടതെന്നോ ഒരു ചോയ്സസ് ഉണ്ടാവാൻ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം തീരുമാനം എടുക്കേണ്ടത് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മുമ്പ് വളരെ വ്യക്തതയും കാര്യങ്ങളൊക്കെയുള്ള വ്യക്തികളാണെങ്കിൽ കൂടി ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ളൊരു കൺഫ്യൂഷൻസ് മൈൻഡിൽ വരുന്നുണ്ട്. അതെന്തൊക്കെ രീതിയിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളെയും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ഈ ഒരു ടൈമിൽ. നിങ്ങളുടെ മുൻപിലുള്ളത് നിങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ കാര്യങ്ങളൊന്ന് ആക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് കണ്ണ് തുറന്നുകൊണ്ട് നമ്മൾ കാണാനായിട്ട് തയ്യാറാകാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്, നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്കൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ക്ലാരിറ്റി ജീവിതത്തിൽ കിട്ടുന്നതാണ്. നിങ്ങൾ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങളായാലും അല്ലെങ്കിൽ നിങ്ങൾ മുന്നിലേക്ക് പോകേണ്ട യാത്ര ഏതാണെന്നുള്ളതും യൂണിവേഴ്സിന് ഒരു ബ്ലെസ്സിങ്സ് ആയി നിങ്ങൾക്ക് തരാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഒരു കാര്യങ്ങളും സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു നെഗറ്റീവ് ഓറ അല്ലെങ്കിൽ നിങ്ങൾ ഈ വിട്ടുവാങ്ങൽ കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെങ്ങനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ അല്ലെങ്കിൽ ഒരു തോൽവി പോലത്തെ ഒരു സ്റ്റേജിലാണ് നിങ്ങൾ ആ ഒരു എഫക്റ്റ് ബാധിക്കുന്നതെന്ന് ഇവിടെ കാണുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും പിൻവാങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ തോൽവി സ്വയം സമ്മതിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എല്ലാം യൂണിവേഴ്സ് തീരുമാനിക്കട്ടെ അല്ലെങ്കിൽ ഇനി എന്നെക്കൊണ്ടൊന്നും സാധിക്കില്ല എന്നുള്ള മനോഭാവത്തോടുകൂടിയാണ് ഇപ്പോൾ നിങ്ങളുടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും നിങ്ങൾ മാറ്റിവെച്ച രീതിയിൽ അല്ലെങ്കിൽ എല്ലാ പ്രതീക്ഷകളും വിട്ടുകളഞ്ഞ് ആർക്കോ വേണ്ടിയുള്ളൊരു ജീവിതം മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് നിങ്ങളിപ്പോൾ ലൈഫിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങളിപ്പോൾ ഇത് ബാധിക്കുന്നത്. അത് നിങ്ങളുടെ തിങ്കിങ് ആയിരിക്കാം, നിങ്ങളുടെ സാഹചര്യം ആയിരിക്കാം. പക്ഷേ ഇത് നിങ്ങൾ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവാം പല വ്യക്തികളും ഈ ഒരു സാഹചര്യം, അല്ലെങ്കിൽ പല വ്യക്തികൾക്കും ഈ ഒരു സാഹചര്യത്തിലേക്കാണ് അവരുടെ ജീവിതം പോകാൻ പോകുന്നത്.
ഓക്കെ. ഇപ്പോൾ നിങ്ങൾ എടുക്കേണ്ട ഒരു ഇമ്മീഡിയറ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ യൂണിവേഴ്സ് തരുന്നൊരു ഡിവൈൻ മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു ഇമോഷണൽ ട്രാൻസിഷൻ്റെ ടൈമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയോ ഈ ഒരു വിട്ട് വാങ്ങുന്ന കാര്യത്തിനും അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാത്ത കാര്യങ്ങളും എല്ലാത്തിനും ഒരു റീസൺ എന്ന് പറയുന്നത്, നിങ്ങൾ എന്തൊക്കെയോ പല കാര്യങ്ങളെ മനസ്സിലിപ്പോഴും വെച്ചുകൊണ്ട് അല്ലെങ്കിൽ സൂക്ഷിക്കുന്നുണ്ടെന്നാണ് ഇവിടെ കാണുന്നത്. ആ കാര്യങ്ങളൊന്നും വിട്ട് കളയാത്തോടത്തോളം കാലം നിങ്ങളുടെ സിറ്റുവേഷൻസ് ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും മൂവ് ചെയ്യാൻ പോകുന്നത്. ഒരു വ്യക്തത ഇല്ലാത്ത ജീവിതം, അല്ലെങ്കിൽ പല കാര്യങ്ങളും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്, അഭിപ്രായങ്ങൾ പോലും പലരോടും ചോദിച്ചെടുക്കേണ്ട ഒരു അവസ്ഥ വരുന്ന ഒരു രീതിയായിരിക്കും നിങ്ങളുടെ ലൈഫിൽ പോകുക. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്, നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ വിട്ടുകൊടുക്കേണ്ട കാര്യങ്ങൾ, അതിപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാൽ കൂടി, നമ്മളെ വേണ്ടാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളത് മൂവ് ഓൺ ചെയ്യാൻ, ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ളൊരു രീതിയിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട ഒരു സമയമാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോഴും നമ്മളിലേക്ക് അത് വരാൻ സാധ്യതയില്ലാത്ത ഒരു 1% പോലും ചാൻസ് ഇല്ലാത്ത പല കാര്യങ്ങളും നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് വീണ്ടും വരും എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ വേറൊരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാനോ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ടൈമിൽ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശീലിക്കുക എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരുന്നതാണ്. അതുപോലെ തന്നെ കൂടെ നിങ്ങൾക്ക് ഒരു മെഡിറ്റേഷൻ, യോഗ പോലത്തുള്ള പ്രാക്ടീസസ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഫോളോ ചെയ്യാവുന്നതാണ്. ഒരു പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എഫർമേഷനോട് കൂടിയിട്ട് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാനായിട്ടും ശ്രമിക്കുക. നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്തായാലും അതിനെ ലെറ്റ് ഗോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നിട്ട് മൂവ് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. മേ ബി നിങ്ങൾക്ക് ആ കഴിഞ്ഞു പോയ കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങളുടെ മൈൻഡ് പോകുന്നുണ്ടാവും, ആഗ്രഹിക്കുന്നുണ്ടാവും മനസ്സിൽ നിന്നിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മാറ്റി വെക്കണം അല്ലെങ്കിൽ മറന്നു കളയണമെന്ന്. അത് ഒരു ദിവസം കൊണ്ട് പോസിബിൾ അല്ല, ഇറ്റ്സ് ഡിഫിക്കൽട്ട്. അപ്പോൾ നമ്മളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ദിവസവും അതിനുള്ള ഓരോ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുക. ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ അറ്റ് എ മൂമെൻറ്റ് നിങ്ങൾക്കത് ചെയ്യാൻ സാധ്യമല്ല, പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക, കാര്യങ്ങളെ പതിയെ പതിയെ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാവുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വിട്ടുവാങ്ങൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു വ്യക്തതയില്ലാത്ത ജീവിതത്തിൽ നിന്നും നിങ്ങൾക്കൊരു മാറ്റം പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എന്തായാലും ലൈഫിലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അതിനെ മാറ്റി നിർത്താൻ, എന്നെ പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്യുക. അതുപോലെ തന്നെ നല്ല കാര്യങ്ങളെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. മെഡിറ്റേഷൻ, എഫർമേഷൻ പോലെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതുവരെ. ഈ ഒരു എനർജിയുമായി കണക്ട് ചെയ്ത് ഈ ഒരു നെഗറ്റീവ് എനർജി, ഞാനിപ്പോൾ ഇതിൽ മെൻഷൻ ചെയ്ത പോലത്തെ ഒരു വിട്ടുവാങ്ങൽ എനർജി അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു എനർജിയാണ്, നെഗറ്റീവ് എനർജിയിലൂടെ പോകുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.